വയനാട്ടിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. വന്യജീവി ശല്യത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. സർക്കാർ രംഗത്ത് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നില്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം അവിടെ നടക്കുന്നുണ്ട്, അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഷബീർ ഒമർ ചേരുന്നു. ഷബീർ, ഇന്നത്തെ സർവകക്ഷി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? നിഷാദ്, വയനാട്ടുകാർ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ഈ വന്യജീവി ആക്രമണ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വേണമെന്നുള്ളത്. നമുക്കറിയാം, സമീപകാലത്ത് വയനാട്ടിൽ വലിയ തോതിൽ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു, ഒപ്പം തന്നെ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ 3 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുന്നത്. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി കോൺഫറൻസ് ഹാളിലാണ് ഈ യോഗം നടക്കുന്നത്. ഈ മന്ത്രിമാരെ കൂടാതെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, MLA-മാർ, ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ ഒരു യോഗം വനം വകുപ്പിന്റെ ഗസ്റ്റ് ഹൗസിൽ, വനം വകുപ്പ് ബംഗ്ലാവിൽ സുൽത്താൻ ബത്തേരിയിൽ തന്നെ ചേർന്നിരുന്നു. ആ യോഗത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. ആ യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് മന്ത്രിമാർ എത്തിയത്. ഇതിനിടെ മന്ത്രിമാർക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടായി, കരിങ്കൊടി പ്രതിഷേധവും ഉണ്ടായി. വരുന്ന വഴിക്കാണ് മന്ത്രിമാരുടെ വാഹന വ്യൂഹത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. എന്തായാലും ഇപ്പോൾ യോഗം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ജനപ്രതിനിധികൾ ചില ആവശ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ആവശ്യങ്ങളിൽ എന്തെല്ലാം സർക്കാരിന് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നതടക്കമായിരിക്കും ഈ യോഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. ഇതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുമായും മന്ത്രിതല യോഗം നടക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ഓരോ പ്രാദേശിക തലത്തിലും വലിയ രൂക്ഷമായ പ്രശ്നങ്ങളാണുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഈ ആന ഇറങ്ങിയ, ബേലൂർ മഗ്ന ഇറങ്ങിയ മുള്ളംകൊല്ലി പഞ്ചായത്തിലടക്കം രൂക്ഷമായ വന്യജീവി പ്രശ്നം നിലനിൽക്കുന്ന പഞ്ചായത്താണ്. അപ്പോൾ അവിടങ്ങളിലുള്ള ജനപ്രതിനിധികൾക്ക് എന്ത് പറയാനുണ്ട് എന്നതടക്കം മന്ത്രിമാർ കേൾക്കും. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളടക്കം മന്ത്രിതല സംഘം സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ വിശദമായ ഒരു യോഗം തന്നെയായിരിക്കും മന്ത്രിമാർ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് നേരത്തെ കഴിഞ്ഞ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട മന്ത്രിമാർ അറിയിച്ചത്. ചില ആവശ്യങ്ങൾ ഉയർന്നു വന്നേക്കാം, എന്നാൽ നയപരമായ കാര്യങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുക്കും, അല്ലാത്തതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചത്. എന്തായാലും യോഗം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ യോഗം അവസാനിക്കും. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ യോഗം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മന്ത്രിമാർ ഈ കൊല്ലപ്പെട്ടവരുടെ വീടുകളിലേക്ക് സന്ദർശനം നടത്തുക. അവർക്ക് പറയാനുള്ളത് കൂടി സർക്കാർ കേൾക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ യോഗത്തിൽ തന്നെ ഈ ക്യാമറകൾ സ്ഥാപിക്കുന്ന, ഈ വനാതിർത്തികളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. അത് കൂടാതെ മറ്റെന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നതായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. തുടർ നടപടികൾ എന്തെല്ലാം സ്വീകരിക്കാൻ കഴിയും? കാരണം ഇപ്പോഴും ഈ ആനഭീതി, കാട്ടാന ഭീതി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബേലൂർ മഗ്ന അടക്കം കർണാടക വനാതിർത്തിയിലേക്ക് ഇപ്പോൾ കടന്നെങ്കിലും ഏത് നിമിഷവും വയനാട്ടിലെ ജനവാസ മേഖലയിലേക്ക് എത്താം എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങൾ, കടുവ, പുലി അടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഇല്ലാതാക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. എന്തായാലും യോഗം ആരംഭിച്ചിട്ടുണ്ട്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, ഒപ്പം തന്നെ റവന്യൂ മന്ത്രി K രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, CCF അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MLA-മാർ പങ്കെടുക്കുന്നുണ്ട്. T Siddiq, IC ബാലകൃഷ്ണൻ അടക്കമുള്ള MLA-മാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം പറയാനുള്ളത് കേട്ട് അതിനുശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുക, അല്ലെങ്കിൽ മന്ത്രിമാർ കടക്കുക. ആ തീരുമാനം എന്തായാലും അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിഷാദ്. ഓക്കെ ഷബീർ, ഇപ്പോൾ ഇതിനകത്തൊരു സംഗതി ഉണ്ടല്ലോ, അതായത് സർക്കാർ ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ശശീന്ദ്രൻ മന്ത്രി നേരിട്ട് പോയി കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പോർഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സർക്കാരിന്റെ വാദം. അതേസമയം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്യുന്നില്ല, നവീനമായ ആലോചനകളില്ല എന്ന പ്രശ്നം പ്രതിപക്ഷത്തിനുണ്ട്. സോ അതിനകത്ത് ഒരു സമവായത്തിന്റെ സാധ്യത, ഗവൺമെന്റിന്റെ പൊസിഷനെ അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടൊരു സമവായം ഉണ്ടാവാനുള്ള സാധ്യത ഇന്നത്തെ യോഗത്തിൽ എന്തുമാത്രമുണ്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 UDF MLA-മാർ യോഗത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെങ്കിൽ അവരെന്താണ് ഉന്നയിക്കുക എന്നുള്ളത് സ്വാഭാവികമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സർക്കാരിനെതിരെയുള്ള വിമർശനം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ സർക്കാർ നേരത്തെ തന്നെ AK ശശീന്ദ്രൻ പറഞ്ഞത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ ഗവർണർ അടക്കമുള്ളവർ വയനാട് സന്ദർശിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, കാര്യങ്ങൾ ചെയ്യാൻ വയനാട്ടിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല, കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്, കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർക്ക് വേണ്ട
നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിലയ്ക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ക്ലിയർ ആണ് കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഈ സംഭവത്തിൽ ഉണ്ടാകുന്നു, കാര്യമായ നടപടികൾ സർക്കാർ എടുക്കുന്നില്ല എന്നുള്ള പരാതികളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം പരാതികൾ സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ഇപ്പോഴത്തെ യോഗത്തിലും ഇപ്പോൾ നടക്കുന്ന സർവകക്ഷി യോഗത്തിലും MLA-മാർ അടക്കമുള്ള പങ്കെടുക്കുന്ന യോഗത്തിലും ഉണ്ടാകും. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിലും ഉണ്ടാകും. അപ്പോൾ അവർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമായിരിക്കും സർക്കാർ തലത്തിലുള്ള നടപടികൾ, തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക. സ്വാഭാവികമായും ജനങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നു. അപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്ന, അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൽ തന്നെ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ കൂടിയാലോചനകൾ വേണം. നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വലിയ തരത്തിലുള്ള കൂടിയാലോചനകൾ വേണം. അപ്പോൾ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും, എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ആലോചന ഉണ്ടാക്കാൻ, ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ യോഗത്തിന് മുമ്പായി വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ വനം വകുപ്പിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും, വനം വകുപ്പ് ഇപ്പോൾ നിലവിൽ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ യോഗത്തിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങളിൽ എന്തെല്ലാം നടപ്പാക്കാൻ കഴിയുമെന്നത് സ്വാഭാവികമായും മന്ത്രിമാർക്ക് ഇവിടെ നിന്ന് തന്നെ പറയാൻ കഴിയും. അക്കാര്യത്തിലൊരു ധാരണയിലേക്ക് ഇപ്പോൾ തന്നെ കടക്കാൻ കഴിയും.